ഖുർആനിലെ ഏതൊക്കെ സൂറത്തുകളാണെന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോ പേരുകൾ ഇങ്ങനെ വായിച്ചു നോക്കുക. അൽ മുഅ്മിനൂൻ ഒരു സൂറത്തിൻ്റെ പേരാണ്. ഇത് അൽ മുഅ്മിനൂൻ. പിന്നെ തുടക്കം ഒന്ന് വായിച്ചു കൊണ്ടുപോകും. നമ്മളൊരു വിശ്വാസിയാണോ, ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിയാവും. അതിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ വിശ്വാസിൻ്റെ സ്വഭാവങ്ങൾ പാലിക്കുന്ന ഒരാൾ നല്ല ആളേക്ക്. ഷൂറ എന്ന് പറഞ്ഞൊരു അധ്യായം. ഷൂറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൂടിയാലോചന. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയോജനം ചെയ്യുന്ന മറ്റൊരാശയമല്ല. അത് സ്വേച്ഛാധിപത്യത്തിനെതിരാണ്. നിങ്ങൾ വാപ്പയിക്കോട്ടെ, പക്ഷെ വീട് കൊണ്ടടക്കുമ്പോൾ ഭാര്യനോടും കുട്ടികളോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കും. നിങ്ങൾ വലിയ ശക്തനായ ഭരണാധികാരിയാണെങ്കിലും കൂടെയുള്ളവരോട് കൂടി ആലോചിക്കണം. അവർ കൂടെ നിൽക്കും, അവരഭിപ്രായങ്ങൾ പറയും, നമുക്ക് അബദ്ധങ്ങൾ കുറയും, വലിയ വലിയ അപകടങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. അതിനൊക്കെ ഷൂറ ഉപയോഗിക്കും. എത്ര കൃത്യത വല്ലദിനസ്തജാബുൽ റബ്ബിക്കും. ഇതിനെ കൂടുതൽ അള്ളാഹ് പറഞ്ഞതിനൊക്കെ അവർ ഉത്തരം നൽകും. വഅഖാമുസ്സലാ നിസ്കരിക്കും. വഅംറുഹും ശൂറാ ബൈനഹും. അവർ ചർച്ച ചെയ്തേ കാര്യങ്ങൾ തീരുമാനിക്കൂ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് നൽകിയതിന് ചെലവഴി. വിശുദ്ധ ഖുർആൻ പറയുന്ന ആശയങ്ങൾ എത്ര മഹത്തരമാണ് സുഹൃത്തുക്കളെ. തൗബ എന്ന അധ്യായം. മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റാത്തൊരു മനുഷ്യനുണ്ടാകും. പശ്ചാത്താപവും തിരിച്ചുവരവിൻ്റെയും നിരന്തരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. ഖുർആനിലെ ഓരോ അധ്യായം പരിശോധിച്ചാലും നമുക്ക് അതിന് വെളിച്ചം കിട്ടും. വിശുദ്ധ ഖുർആൻ്റെ പേരുകൾ പരിശോധിച്ചും ഖുർആൻ്റെ പേര്, ഖുർആനിന് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. ആ പേരുകൾ പരിശോധിച്ചാലും നമുക്ക് ഇതേമാതിരി കാണും. നൂർ ഖുർആൻ്റെ പേരാണ്. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം ഇരുട്ടാണ് അല്ലെ? ദുഃഖം ഇരുട്ടൽ. വഴികേടുകൾ ഇരുട്ടാണ്, തിന്മ ഇരുട്ടാണ്. നമുക്ക് പ്രതികൂലമായതെല്ലാം ഇരുട്ടാണ്, എന്നാൽ അനുകൂലമായതെല്ലാം വെളിച്ചമാണ്. അതുകൊണ്ട് സത്യത്തെയും സന്മാർഗത്തെയും അള്ളാഹു വെളിച്ചം നൽകും. ഹുദ സന്മാർഗം, ഷിഫാ രോഗശമനം. ഒരു രോഗം മാറിയാലുണ്ടാവുന്ന ഒരു സന്തോഷം എത്രയാണ്. അതേപോലെ ആശ്വാസം നൽകുന്ന മറുപടികളും ആശയങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നതാണ്.